കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഇതാ 2 മണിക്കൂർ മതി, ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി പട്ടികയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് നാളെ ഇപ്പോൾ 51 പേരുടെ പട്ടിക പുറത്തു വരുമെന്നാണ് നേരത്തെ കിട്ടുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് 32ലേക്ക് ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കാനാകുന്നത് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പല പേരുകളിൽ നിന്നും കുറച്ചുകൂടി വിജയ സാധ്യത എന്നതിലേക്ക് കുറുക്കി വരുന്നതിന് എടുക്കുന്ന സമയമായിരിക്കും. സ്മൃതി പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ഈ കുറുക്കി വിജയ സാധ്യത കണക്കിലെടുത്താണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സമയം കോൺഗ്രസ് എടുക്കുന്നത്. അതായത് നേരത്തെ വന്ന പട്ടികയിൽ നിന്നും കുറച്ചുകൂടി വിജയ സാധ്യത ഉള്ളവരിലേക്ക് ആ ചർച്ച നീങ്ങുന്നതുകൊണ്ടെടുക്കുന്ന സമയം. അതെ, കുറുക്കി എന്നുള്ളതല്ല, ഞാൻ ആ വാക്കിൽ കുരുക്കി എന്നുള്ളതാണ്. അത് ഹൈക്കമാൻഡിനെ കുരുക്കി ഇപ്പൊ അങ്ങനെ എത്തിയിട്ടുണ്ട്. അതാണ് കുറുക്കി എന്ന് പറഞ്ഞത് ശരിയാണ്, രണ്ടുപേർക്കും ശരിയാണ്. അതെ, കുരുക്കി ഹൈക്കമാൻഡിനെ ഒരു വഴിക്കാക്കി. എന്താ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? സ്മൃതി പറഞ്ഞത് കറക്റ്റാ. കാരണം ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഇപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താ? തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ഇവിടെ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന ചർച്ച എന്താ അറിയുമോ? ഹൈക്കമാൻഡിൽ എംപിമാരും മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. തീരുമാനമായിട്ടില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ രാത്രി തീരുമാനമായിട്ടില്ല. എംപിമാർ മത്സരിക്കണോ വേണ്ടയോ? ആദ്യഘട്ടത്തിൽ ഹൈക്കമാൻഡ് പറഞ്ഞു എംപിമാർ മത്സരിക്കേണ്ട. സംസ്ഥാനത്തു നിന്നുള്ള 3 വിദ്വാന്മാർ ശിവഗിരി മഠവും അതേപോലെ ഒരു പ്രത്യേക സമുദായത്തെയും കൂട്ടിപ്പിടിച്ച് സമ്മർദ്ദം ചെലുത്തി. ഇപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചത് മാറ്റാൻ നിവൃത്തിയില്ല. വേറൊരു വിദ്വാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ KPCC അധ്യക്ഷനായിരുന്ന മനുഷ്യൻ കണ്ണൂരിൽ മത്സരിക്കാൻ കച്ചകെട്ടിയിരുന്ന് ആകെപ്പാട് പുലിവാലുണ്ടാക്കി. ഇപ്പോൾ കെ സുധാകരനെ മത്സരിപ്പിച്ച അടൂർ പ്രകാശിനെ മത്സരിക്കേണ്ടി വരും. അടൂർ പ്രകാശിനെ മത്സരിപ്പിച്ച കൊടിക്കുന്നിൽ സുരേഷ് നിശ്ചയമായിട്ട് മത്സരിക്കും. അപ്പോൾ 3 എംപിമാർ കേരളത്തിൽ മത്സരിക്കണം. ഒരു MP ഇവിടെ മത്സരിക്കുമ്പോൾ ലോക്സഭയിൽ വിജയിച്ചു വന്നാൽ ലോക്സഭയിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പിന് 9 കോടി രൂപ ചെലവാകും. 3 പേർ മത്സരിച്ച 27 കോടി രൂപ ആരുടെ അക്കൗണ്ടിൽ കൊടുക്കും? ജനങ്ങൾ ചോദിക്കൂലേ? ഈ മുഴുവൻ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവ് ഫാക്ടർ VD സതീശൻ നടന്നുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എംപിമാർ മത്സരിക്കുന്നതോടുകൂടി അത് തകർന്ന് തരിപ്പണമാവും. അപ്പോൾ ഹൈക്കമാൻഡിനെയും കുരുക്കി കേരളത്തിലെ കോൺഗ്രസിനെയും കുരുക്കി. ഇനി കെ സുധാകരനെ അനുനയിപ്പിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ? KPCC പ്രസിഡന്റുള്ള സണ്ണി ജോസഫ് ഇരിക്കുന്നത് കണ്ണൂർ മണ്ഡലം പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ. രണ്ടാമത്തത് കെ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ കെ സുധാകരൻ മത്സരിച്ച ഒരു ഫൈറ്റ് എങ്കിലും കൊടുക്കാൻ പറ്റും. ഞാൻ എണ്ണി നോക്കിയായിരുന്നു, 24 മണ്ഡലങ്ങളിൽ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചിറയൻകീഴിലെ ഒരു കത്ത് ചിറയൻകീഴിലെ മണ്ഡലം പ്രസിഡന്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുതേ എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വാചകം ഇങ്ങനെയാണ്: സ്ഥാനാർത്ഥി നിർണയത്തിൽ വോട്ടർമാരുടെ വികാരവും സാമുദായിക സാഹചര്യങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. കുമാരി രമ്യ ഹരിദാസിനെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് പ്രവർത്തകർക്കിടയിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇങ്ങോട്ട് വേണ്ട എന്നാണ് പറയുന്നത്. ഇതാണ് അവസ്ഥ, കോൺഗ്രസിലെ അവസ്ഥ എന്ന് പറയുന്നത്. 24 മണ്ഡലങ്ങളിൽ ആ തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച ഇനിയും പൂർത്തിയായിട്ടില്ല. മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച പൂർത്തിയായെന്ന് പറയുമ്പോഴും തിരുവമ്പാടി, പട്ടാമ്പി, പുനലൂർ, ചടയമംഗലം സീറ്റുകളിൽ ഇപ്പോഴും ചെറിയ അവ്യക്തതകൾ ബാക്കി നിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചയും പൂർത്തിയായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ വലിയ ക്രൈസിസിലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ UDF. അതേസമയം നേരിയ മുൻതൂക്കം ആദ്യത്തെ ദിവസം കിട്ടിയിരിക്കുന്നത് ഇടതുമുന്നണിക്കാണെന്നുള്ളതാണ് എന്റെ പക്ഷം.